സർ കെ സുധാകരന്റെ കാര്യത്തിൽ യു.ഡി.എഫിനകത്ത് ഒരു വലിയ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കണ്ണൂരിന്റെ സിംഹം എന്നാണ് സുധാകരൻ അറിയപ്പെടുന്ന പോലും സ്വയം പ്രഖ്യാപിതമായ ഒരു സ്ഥാനാർത്ഥിത്വം അതാണ് നിലവിൽ യു.ഡി.എഫിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കണ്ണൂരിൽ സുധാകരൻ വരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം യു.ഡി.എഫിന്? അല്ലെങ്കിൽ കണ്ണൂരിൽ സുധാകരനേക്കാൾ അപ്പുറം മറ്റേതൊരു യു.ഡി.എഫ് നേതാവിനാണ് കൂടുതൽ അവിടെ ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുക? കോൺഗ്രസിൽ സുധാകരൻ KPCC പ്രസിഡന്റ് ആയ സിറ്റുവേഷൻ ഈ സമയത്ത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കണ്ണൂരിന്റെ സിംഹം എന്ന് പറഞ്ഞില്ലേ, ഇത് സത്യം തന്നെയാണ്. ഈ പാർട്ടി പോരാട്ടങ്ങൾ വളരെ ശക്തമായിരുന്നു. ആ പോരാട്ടത്തിൽ പാർട്ടിയെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി, അതായത് വീട് കയറി ആക്രമണം, റോഡ് കയറി ആക്രമണം, ആകാശത്ത് ആക്രമണം, എവിടെ ചെന്നാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് കിട്ടാത്ത ആക്രമണങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കണ്ണൂരിലെ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയ നേതാവ് തന്നെയാണ് ഈ കണ്ണൂരിന്റെ സിംഹം സുധാകരൻ. ആ സുധാകരന് കേരളത്തിലെ കോൺഗ്രസ് ശരിയായ മേധാവിത്വവും സ്ഥാനമാനങ്ങളും നൽകിയോ എന്നുള്ളത് വളരെ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എപ്പോഴാണ് KPCC പ്രസിഡന്റ് സുധാകരനായത്? അതും നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യണം. കാരണം സുധാകരൻ ഇത്രയും തിക്തമായ പല കാര്യങ്ങളും ഫേസ് ചെയ്ത്, അതായത് സ്വന്തം വീട്ടിൽ തന്നെ പുള്ളിക്ക് ആക്രമണങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അവിടെ ബുദ്ധിമുട്ടി നടക്കുന്ന, അതായത് പാർട്ടിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ഒരു നേതാവ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അത്തരത്തിലുള്ള ഒരു നേതാവിന് വേണ്ട തരത്തിൽ അംഗീകരിക്കാൻ ആ സംസ്ഥാന ഘടകമോ അഖിലേന്ത്യാ ഘടകമോ തയ്യാറാവാത്ത ഒരു കാലഘട്ടത്തിൽ സുധാകരൻ തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത്, BJP അഖിലേന്ത്യാ നേതാക്കളുമായി തുറന്ന ചർച്ചകൾ ചെയ്തു എന്ന് പരസ്യമായ ന്യൂസ് പുറത്തു വരികയാണ്. ഈ ന്യൂസ് പുറത്തു വന്നപ്പോൾ പേടിച്ച് ഓടിയ കോൺഗ്രസ് നേതൃത്വം വേഗം കേന്ദ്രത്തിൽ പോയി പറഞ്ഞ് സുധാകരനെ പെട്ടെന്ന് പിടിച്ച് KPCC പ്രസിഡന്റായി കസേരയിൽ കയറ്റിയിരുത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.